ലൂസിഫർ അന്തരിച്ചു എന്ന് ഞങ്ങൾ നൽകിയ വാർത്ത കണ്ട് സഹോദരി നീതി വിളിച്ചപ്പോൾ ലൂസിഫർ അന്തരിച്ചു എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. മലയാള മനോരമയുടെ കോട്ടയം എഡിഷനിൽ ചരമപേജിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഞങ്ങൾ ആ വാർത്ത നൽകിയത്. ആ പേരിലെ കൗതുകമാണ് അപ്രകാരം ഒരു വാർത്ത ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ആ ചരമവാർത്തയിൽ ഉണ്ടായിരുന്ന വിശദാംശങ്ങളല്ലാതെ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ITV ന്യൂസ് നൽകിയ ആ വാർത്ത പതിനായിരങ്ങളാണ് കണ്ടത്. ലൂസിഫർ എന്ന പേര് സംബന്ധിച്ച് പലതരത്തിലുള്ള കമന്റുകളും ആ വാർത്തയുടെ അടിയിൽ വരികയുണ്ടായി. ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ലൂസിഫറിന്റെ സഹോദരി എന്നെ വിളിച്ചു. ആ സഹോദരിയുടെ പേരിനും ഒരു പ്രത്യേകതയുണ്ട്. നീതി എന്നാണ് പേര്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇപ്രകാരം പേരുകൾ ഇട്ടതെന്ന് നീതി ഞങ്ങളോട് പങ്കുവച്ചു. ഒരു സിനിമാ തിരക്കഥയെ വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്. യുവസംരംഭകനും സാമൂഹിക പ്രവർത്തകനുമൊക്കെയായിരുന്നു സഖാബ് ലൂസിഫർ. ആ നന്മ അനുഭവിച്ചറിഞ്ഞവരടക്കം നൂറുകണക്കിന് ആളുകൾ ലൂസിഫറിനെ ഒരു നോക്ക് കാണുവാൻ അവിടെ എത്തി. കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു ലൂസിഫർ അന്തരിച്ചത്. സാധാരണ മരണവീട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളോ ആത്മീയ ഗാനങ്ങളോ പരികർമ്മികളുടെ പ്രസംഗങ്ങളോ മരണാനന്തര ചടങ്ങുകളോ ഒന്നും ഇല്ലാതെ ലളിതവും വ്യത്യസ്തവുമായ ഒരു സംസ്കാരമായിരുന്നു ലൂസിഫറിൻ്റേത്. അന്തരീക്ഷത്തിൽ വിപ്ലവ ഗാനങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. വ്യവസായ വകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പോൾ തോമസിന്റെയും റിട്ടയർഡ് അധ്യാപിക ജമീലയുടെയും മകനായിരുന്നു ലൂസിഫർ. 78-കാരനായ പോൾ തോമസ് ആരോഗ്യവാനായി ഇപ്പോഴുമുണ്ട്. ജമീല ടീച്ചർ 2019-ൽ അന്തരിച്ചു. ജമീല ടീച്ചറുടെ സ്മൃതി മണ്ഡപം വീടിരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇനി ലൂസിഫറിന്റെ സഹോദരി നീതി തന്നെ നമ്മോട് കാര്യങ്ങൾ വെളിപ്പെടുത്തും. I2I ന്യൂസ് ആണോ? അതെ, നിങ്ങളൊരു ന്യൂസ് കൊടുത്തായിരുന്നു 2 ദിവസം മുമ്പ്, ഒരു ലൂസിഫർ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ. ഞാൻ ലൂസിഫറിന്റെ സിസ്റ്ററാ സംസാരിക്കുന്നത്. സാറിന്റെ പേരെന്താ? എന്റെ പേര് സുനിൽ മാത്യു. സുനിൽ മാത്യു. എന്റെ പേര് നീതി. എല്ലാവരുടെയും വെറൈറ്റി പേരുകളാണല്ലോ. വെറൈറ്റി പേരുകളാ. ഞാൻ കണ്ടായിരുന്നു ന്യൂസ്. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാലേ, സാറിന് പകുതി വരെ ആലോചിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ ഇടാൻ. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഇടേണ്ടത് വലിയ ഏറ്റവും പവിത്രവും അല്ലെ ഏറ്റവും പറ്റുമെങ്കിൽ ദൈവത്തിന്റെ പേര് തന്നെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളെല്ലാരും. നമ്മളുടെ കാര്യം എന്ന് പറയരുത്. ഞാൻ എന്താണെന്നറിയോ എന്തുകൊണ്ട് ആ പേരിട്ടേന്ന് ഇനി പറയാൻ. ലൂസിഫറിന്റെ സഹോദരിയോ? സഹോദരിയാണ്. ഇത് പറയുന്നതിന് ജീവിച്ചിരിക്കുന്ന ഞാനും അച്ഛനേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വിളിച്ചൊന്ന് സംസാരിച്ചേക്കാന്ന്. അങ്ങനെ ഒരു പേര് ഇടാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? എന്റെ അച്ഛന്റെ പേര് പോൾ തോമസ് എന്നാണ്. അമ്മയുടെ പേര് ജമീല എന്നാണ്. സഭയുടെ ജാതി വേറെ, ജാതി മതം വേറെ. ജമീല എന്ന് പറയുമ്പോൾ മുസ്ലിം. അപ്പൊ അച്ഛൻ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. റോമൻ കാത്തലിക്. ചക്കാലക്കൽ കുടുംബം എന്ന് പറയും, തൃശ്ശൂർ. ക്രിസ്ത്യൻ ഫാമിലിയിലെ 10 മക്കളിൽ ഒരാളായിട്ടാണ് അച്ഛൻ ജനിച്ചതും വളർന്നതൊക്കെ. അമ്മ വലിയകത്ത് തറവാട് എന്ന് പറഞ്ഞിട്ട് അവിടെ പൂത്തോള് തൃശ്ശൂര് തന്നെയുള്ള മറ്റേ PA ബക്കർ സംവിധായകനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. നദിയൊക്കെ സംവിധാനം ചെയ്ത ആരൊക്കെയാണ്? ശ്രീനിവാസിന്. ഈ PA ബക്കർ അമ്മയുടെ അമ്മാവനാണ്. അപ്പൊ ഈ അമ്മയുടെ അമ്മാവന്റെ വീടും അച്ഛന്റെ തറവാടും ഓപ്പോസിറ്റ് ആയിരുന്നു. അങ്ങനെ അമ്മാവന്റെ വീട്ടിൽ വരുമ്പോ കണ്ടിട്ടുള്ളതാണ് അമ്മേനെ. ചെറുപ്പത്തോട്ട് കളിച്ച് വളർന്നിട്ടുള്ളതാണ്. 19 വയസ്സില് അച്ഛനമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോ അമ്മ പറഞ്ഞു, ഇവർ 2 ജാതി 2 മതമൊക്കെ അല്ലേ, മുസ്ലിംസിനെ കല്യാണം വേറെ നിന്ന് കഴിച്ചു കഴിഞ്ഞാല് അവർ സഹോദരങ്ങൾക്കൊക്കെ പ്രശ്നം വരുമല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം അച്ഛന് സുഖമില്ല, അമ്മക്ക് പഠിച്ചിട്ടുമൊന്നുമില്ല, അനിയന്മാരും അനിയത്തിയാ ഉള്ളത്. അവരാരും ജോലിയിലായിട്ടില്ല, എൻ്റെ അനിയത്തിയുടെ കല്യാണം ആയിട്ടില്ല. ഞാൻ അങ്ങനെ ഇട്ടെറിഞ്ഞു പോന്നാല് അവരൊക്കെ ബുദ്ധിമുട്ടും. എനിക്ക് ഒരുപാട് ചുമതലകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എത്ര വർഷം? ഞാൻ കാത്തിരിക്കാം, എത്ര വർഷം കാത്തിരിക്കാം നിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ തീരാണ്. അന്ന് അമ്മ 10 വർഷം പറഞ്ഞു അച്ഛനോട്. അപ്പൊ അവർക്ക് അന്ന് എപ്പോഴും കാണാനൊന്നും പറ്റില്ല. അച്ഛൻ്റെ അനിയത്തി അമ്മയെ ഒരുമിച്ചാ TTCക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കത്തുകളൊക്കെ കൈമാറാൻ പറ്റുമെന്നല്ലാതെ ഒന്നും പറ്റില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ കാത്തിരിക്കാം, നിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും തീരട്ടേന്ന്. അവർ 11-ാമത്തെ വർഷമാണ് ഒരുമിച്ചാവുന്നത്. അപ്പയ്ക്ക് അനിയന്മാർക്കൊക്കെ ജോലിയായി. അമ്മയുടെ അച്ഛൻ മരിച്ചു. അമ്മയുടെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. അമ്മ വീട്ടിലേക്ക് 6 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് അച്ഛനോട് പറഞ്ഞത് ഞാൻ ഇനി വരാൻ തയ്യാറാണെന്ന്. അവർക്ക് എതിർക്കാൻ പറ്റാത്ത അത്രയും അമ്മ അവരെ നോക്കിയിട്ടുണ്ട്. 4 മണിക്ക് എണീറ്റ് രാവിലെ TTC പോകുന്നവരെ ട്യൂഷൻ എടുക്കും,
വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി വരെ ട്യൂഷൻ എടുക്കും. ഇങ്ങനെ 29ാമത്തെ വയസ്സിലാണ് അച്ഛനും അമ്മയും രജിസ്റ്റർ ചെയ്ത്, അതായത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നത്. അവര് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിരുന്നു. അച്ഛന് നക്സൽ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇനീഷ്യൽ ഡേയ്സിൽ. സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു കുടില് വെച്ചിട്ടാണ്, മണ്ണോണ്ട് ഒരു കുടിലുണ്ടാക്കിയിട്ടാണ് ഇവർ താമസം തുടങ്ങുന്നത്. കൂട്ടുകാരും കൂടിയിട്ട് ഒരുമിച്ചങ്ങ് താമസിക്കൂലേ പണ്ടൊക്കെ, പാർട്ടി പ്രവർത്തനവും പാർട്ടി ക്ലാസ് ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് താമസിച്ചു വന്നത്. അന്ന് തൊട്ട് അമ്മ മരിച്ചു പോകുന്നവരെ അവര് തമ്മിലുള്ള റിലേഷൻ എനിക്ക്, അവർ തല്ലൊക്കെ കൂടും കേട്ടോ, അടികൂടാത്ത ഭാര്യയും ഭർത്താവ് ഉള്ളത്, അടികൂടും. പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരില്ലാതെ പറ്റില്ല എന്ന് പറയില്ലേ, ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞങ്ങൾ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ അമ്മയുടെ അടുത്ത് മോനാണെങ്കിലും മോളാണെങ്കിലും ലൂസിഫർ എന്ന് പേരിടാന്ന് പറഞ്ഞു. അച്ഛൻ അതിന് കണ്ട കാരണം ചെകുത്താൻ എന്നല്ല ലൂസിഫർ എന്നുള്ള വേർഡിന്റെ അർത്ഥം. ഹീബ്രു ഭാഷയില് എതിർക്കുന്നവൻ എന്നാണ് ശരിക്കും ലൂസിഫർ എന്നുള്ള വേർഡിന്റെ മീനിങ്. ദൈവത്തിനെ എതിർത്ത മാലാഖി ആയതുകൊണ്ടാണ്, അത് മാലാഖിയായിരുന്നു ലൂസിഫർ, ദൈവത്തിന് ഏറ്റവും വിശ്വസ്തനായ മാലാഖിയായിരുന്നു. അതെ, ദൈവത്തിനെ എതിർത്ത മാലാഖ, എതിർക്കുന്നവൻ എന്നാണ് ലൂസിഫർ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ്. പിന്നെ എനിക്കൊന്ന് ഇംഗ്ലീഷിലോ വേറെ ഒരു ലാംഗ്വേജിലോ വെളിച്ചം പരത്തുന്നവനും ഉണ്ട് ഈ വേർഡ് മീനിങ്. നമ്മളത് ദൈവത്തിന് എതിർത്ത മാലാഖ ഒരു പിശാചായതുകൊണ്ട്, ഹെവന്റെ ലീഡർ ആയതുകൊണ്ട് നമ്മൾ ചെകുത്താൻ വിളിക്കുന്നതാണ്, അത് വിളിപ്പേര് മാത്രമാണ്, ദാറ്റ്സ് നോട്ട് എ മീനിങ്. അപ്പൊ അച്ഛൻ ഉദ്ദേശിച്ച മീനിങ്, അത് അപ്പൊ എല്ലാവരും ചോദിക്കുമല്ലോ ഈ ലൂസിഫർ എന്താ പേരിട്ടെ എന്നുള്ളത്. അപ്പൊ അത് ദൈവത്തിന് എതിർത്ത മാലാഖ. അച്ഛന് ജാതി മതം വിശ്വാസങ്ങളില്ല, ദൈവവിശ്വാസമില്ല, ഞങ്ങൾ എല്ലാവരും ഏത്തിസ്റ്റ് ആണ്. അമ്മയ്ക്കും ഇല്ല. അമ്മ ചെറുപ്പം തൊട്ട്, അച്ഛനെ കാണുന്നതിന് മുമ്പ് തന്നെ അമ്മ തട്ടയിടാത്തതും മുസ്ലിം മതവിശ്വാസങ്ങൾക്ക് എതിരുമുഖിയായിരുന്നു. അത് അച്ഛനകത്ത് വന്നതിന് ശേഷം മതവിശ്വാസം ഇല്ലാതായതല്ല. അപ്പൊ ലൂസിഫർ എന്ന് പേരിടാന്ന് രണ്ടുപേരോട് തീരുമാനിച്ചു. ജനിച്ചത് ആൺകുട്ടി ആയതുകൊണ്ട് ലൂസിഫർ എന്ന് പേരിട്ടു. അങ്ങനെ അച്ഛനോട് ആരോ ചോദിച്ചത്രേ, അങ്ങനെ എല്ലാത്തിനും എതിർക്കണോ പോൾ തോമസ് എന്ന്. അച്ഛന് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു. സോഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, റൈറ്റ് ഇൻഫോർമേഷൻ ചെയ്യും, ഒരുപാട് പേരെ സഹായിക്കും, ഈ സോഷ്യലായിട്ട് വഴക്കുകളൊക്കെ തീർക്കുകയും ഒക്കെ ചെയ്യില്ല, മധ്യസ്ഥം അങ്ങനെയായിരുന്നു. പിന്നെ ആൾ കുറച്ച് അടവണ്ടും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ആള് കാലത്തിന് മുമ്പ് നടക്കുന്ന ആളാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നതിന് 10 വർഷം മുമ്പ് അച്ഛൻ പറയുമായിരുന്നു അങ്ങനെ ഒരു നിയമം വേണമെന്ന്. ഒരു ലീഗൽ സെൻസ് ഉള്ള ആളായിരുന്നു അച്ഛൻ. ആരോ അച്ഛനോട് ചോദിച്ചു എല്ലാത്തിനും എതിർക്കണോ പോൾ തോമസിനെ. അപ്പൊ അച്ഛൻ അങ്ങനെ അനീതിയെ എതിർക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് എനിക്ക് നീതി എന്ന് പേരിട്ടത്. ഞങ്ങൾ രണ്ടുപേരും പേര് കൂടി പൂരകമാവുമ്പോഴാണ് അത് ശരിക്കും അച്ഛൻ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ്ങിലേക്ക് വരുന്നത്. അതെ, അത് അക്കോർഡിംഗ് ടു ഹിം ആണ്. ഇപ്പൊ നമ്മളൊരു പേരിടുന്നത്, നിങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരുടെ പവിത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് വേണം, അല്ലെങ്കിൽ എന്താണ് അർത്ഥം എന്ന് അവർ അച്ഛനമ്മ തീരുമാനിക്കുന്ന അർത്ഥമല്ലേ. ആൻഡ് വി ക്യാൻ ടെൽ ദം ദാറ്റ് നമ്മൾ എന്താണ് നമ്മുടെ പേരിന്റെ അർത്ഥം എന്നത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആ സ്പ്രെഡിങ് ആയിരുന്നു അച്ഛൻ ഉദ്ദേശിച്ചത്. അത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ലൂസിഫർ തൃശ്ശൂരാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ. ചേട്ടൻ ഒരു ബിസിനസ് പേഴ്സൺ ആയിരുന്നു. ഇനെറ്റ് ജനസേവന കേന്ദ്രം, അതിന്റെ ഒരു ചേട്ടന് 2000 കൂടുതൽ ഫ്രാഞ്ചൈസീസ് ഉണ്ടായിരുന്നു കേരളം ഫുള്ള്. ചേട്ടന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐനെറ്റ് വഴി ഒരു ശരിക്കും ഒരു ശൃംഖലയായിട്ട് അത് ഒരുപാട് കാര്യങ്ങൾക്ക്, വാഷ്മേറ്റ്, അങ്ങനെ ചെറിയ ചെറിയ സർവീസ് കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങളാണ് ആള് ചെയ്തിരുന്നത്. ആള് മരിച്ചിട്ട് എനിക്കൊന്നൊരു ഇന്നലെ ഞങ്ങൾ ക്രൗഡ് മാനേജ് ചെയ്യാൻ ആൾക്കാരെ വെക്കേണ്ടി വന്നു. അത്രയധികം ആൾക്കാർ വന്നായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആള് സ്വലേസിന്റെ, ഷീബാമീറിന്റെ സ്വലേസിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ആൾക്ക്, അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയാണ് ചേട്ടനെ ശരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കറക്റ്റായിട്ട് അറിയുന്നത്, ചേട്ടൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. ചേട്ടൻ ദൈവവിശ്വാസിയായിരുന്നോ? അല്ല, ഞങ്ങൾ ആരും ദൈവവിശ്വാസികളല്ല. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളും ദൈവവിശ്വാസിയല്ല. ചേട്ടൻ വിവാഹം കഴിച്ചിരുന്ന കുട്ടി ഹിന്ദു മതവിശ്വാസിയാണ്. എന്റെ ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതൊക്കെ ഹിന്ദു മതവിശ്വാസത്തിലാണ്. തമിഴ് ആളാണ്. പക്ഷെ പെരിയാർ രാമസ്വാമിയുടെ ഐഡിയോളജീസോട് അടുപ്പമുള്ളത് കൊണ്ട് ഏത്തിസ്റ്റ് ആണ്, ദൈവവിശ്വാസമൊന്നുമില്ല. ഞാന് ലോയർ ആയിരുന്നു തൃശ്ശൂര്. ഞാനും എന്റെ ഹസ്ബൻഡും മോനും സ്വീഡൻ സിറ്റിസൺസ് ആണ്. ഞങ്ങൾ സ്വീഡനിൽ സെറ്റിൽഡ് ആണ്. ഞാൻ സാൻവിക് എന്ന് പറഞ്ഞ കമ്പനിയിൽ പേറ്റന്റ് ട്രേഡ് മാർക്കിന്റെ ലീഗൽ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നു. കോവിഡും ഹാർട്ട് അറ്റാക്കും കൂടെ ഒരുമിച്ച് വന്നതായിരുന്നു. സ്റ്റണ്ട് ഇട്ടതിൽ 2 വർഷം കഴിഞ്ഞ് പിന്നെയും ഹാർട്ട് അറ്റാക്ക് വന്നു. കാർഡിയോമയോപ്പതി ആയിരുന്നു, പെർമനന്റ് ഡാമേജ് ആയിരുന്നു ഹാർട്ടിന്റെ വോൾസിന്. ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ലിസി ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചെന്നൈ MGM മാത്രമേ പെട്ടെന്ന് ഹാർട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ പോയി 1 മാസം വെയിറ്റ് ചെയ്തു. ഡോണറെ കിട്ടി, സർജറി നടന്നു. ചേട്ടൻ സർവൈവ് ചെയ്ത് വരുമായിരുന്നു. പക്ഷെ ചേട്ടൻ ഒത്തിരി വയ്യാണ്ടായിട്ടാണ് ഡോണറെ കിട്ടിയത്. സോ കോംപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ബോഡി അങ്ങ് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, ബോഡി കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻഫെക്ഷനും മരുന്നുകളും ഒക്കെ ആയിട്ട് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്നു. ഞാനുണ്ടായിരുന്നു. 1 മാസമായിട്ട് ചേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്നൈയിലുണ്ടായിരുന്നു. കൈ പിടിച്ചിട്ട് ഏട്ടൻ പോയത്. 6 വർഷം മുമ്പ് എന്റെ അമ്മയും മരിച്ചു. ക്യാൻസർ ആയിരുന്നു ലേക്ക് ഷോറില്. അമ്മയും എന്റെ കൈ പിടിച്ച് തന്നെയാ പോയത്. ഞാനാണ് രണ്ടുപേരെയും ഡാലൂര് കൊണ്ടുപോയി തിരികൊളുത്തിയത്. അച്ഛൻ ഏജാണ്. അപ്പോ ചേച്ചി ഏട്ടത്തിയുണ്ട്, ഏട്ടത്തിന്റെ മോനുണ്ട്. അപ്പൊ അവരൊന്ന് സെറ്റിൽ ആക്കിയിട്ട് ഞാൻ തിരിച്ച് പോകത്തുള്ളൂ.
ഒത്തിരി പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് എന്തോന്നും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും കഥകളും പറയുന്നു. ഞാൻ ചെയ്ത സ്റ്റോറി ആണെങ്കിലും അതെ അതെ എനിക്കറിയാം, എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത് ആ ജെനുവിനിറ്റി കൊണ്ടാണ് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ ഞാനിത് റിയാക്ട് ചെയ്താൽ പോരെ. എനിക്ക് റിയാക്ട് ചെയ്ത് എന്റെ ഫ്രണ്ട്സിനെ കണ്ടു, ഞങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യും കാണും ചെയ്തായിരുന്നു. അപ്പൊ ഇതിൽ നെഗറ്റിവിറ്റി അല്ല ഞങ്ങൾക്ക് തോന്നിയത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചാൽ ഇപ്പൊ അച്ഛനും എന്റെ ഹസ്ബൻഡ് അച്ഛൻ ഒക്കെ അവര് ജാതി മതവും ഇല്ല, പക്ഷെ അവര് അതിനെ ആർഗ്യൂ ചെയ്യും. അതായത് അതാണ് ശരി, നേറ്റിസമാണ് ശരിയെന്ന് അവര് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും, അതായത് ഡിബേറ്റ് ചെയ്യും മറ്റൊരാളോട്. പക്ഷെ ഞാനും ഏട്ടനും അങ്ങനെ ഡിബേറ്റ് ചെയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ച ഒരു എന്താ പറയാ, ഒരാശ്രയം ഇല്ലാത്തവർക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പോയി പറയാൻ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ദൈവമില്ല എന്നല്ല, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു നാള് സയൻസ് ഫീൽ ചെയ്യുന്ന നാള് ഞങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇപ്പൊ അറിയത്തില്ല, അറിയാത്തൊരു കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റും കാണുന്നതിൽ നിന്നോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ റീസണബിൾ ആയിട്ടുള്ള ഒരാളാന്ന് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ. അതെ, ഈ സ്വർണവും അല്ലെങ്കിൽ കാണിക്കുകയും അല്ലെങ്കിൽ ദിവസം പോയി പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്താൽ മാത്രം അവരെ മാത്രം രക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇവർ തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ, സോ അക്കോർഡിംഗ് ടു ദം അയാൾ അങ്ങനെ ഒരു ക്രൂലാ. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അയാളുടെ ആക്ടിവിറ്റി അങ്ങനെ തോന്നണ്ടേ? അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായുള്ള ശക്തിയാണെങ്കിൽ ഞങ്ങൾ അതറിയുമ്പോൾ നമ്മൾ വിശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ, സപ്പോസ് ഇപ്പം സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 46-ാമത്തെ വയസ്സിലല്ലേ? 46 വയസ്സാണ്, അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണ്. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇതുപോലെ മരിക്കുന്നു. അതുപോലെ അമ്മ ക്യാൻസർ ബാധിതയായി മരിക്കുന്നു. അന്നേരം ഇതിനകത്തൊക്കെ ഒരു ദൈവശാപം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? അതെ, ഇത് ഞാൻ കേൾക്കുന്നത് ഇപ്പോ ഈ നിമിഷമല്ല, ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഇത് കേൾക്കുന്നുണ്ട്. അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആണല്ലോ. അതായത് വരുമെങ്കിലും ബന്ധുക്കൾ ചിലവരൊക്കെ വരും, പക്ഷെ കൂടെ കളിക്കാനോ കൂടെ നിൽക്കാനോ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാനോ അവര് പേടിയാ അവർക്ക്. അപ്പൊ സ്കൂൾ കാലഘട്ടം മുതൽ എന്ത് പ്രശ്നം, അച്ഛന് കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യത്തെ കാലത്ത്, അപ്പൊ തൊട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ റിലേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. 16 വർഷം കഴിഞ്ഞിട്ട് ഏട്ടന് കുഞ്ഞുണ്ടായത്. എന്റെ അടുത്ത് മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്, ദൈവത്തിനെ വിശ്വസിച്ചാലാണ് കുഞ്ഞുണ്ടാവുള്ളൂ, അതിന്റെ ദൈവശാപം കൊണ്ടാണ് കുഞ്ഞുണ്ടാവാത്തതെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. അപ്പോ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ദൈവവിശ്വാസമുള്ള ദിവസവും പള്ളിയിൽ പോവുകയും ഇങ്ങനെ എന്താ പറയുക കുർബാന ചെയ്യുകയും ദൈവത്തിന്റെ അത്രയും വിശ്വസിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യരുടെ വീട്ടില് മരണവും അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥയും ആക്സിഡന്റും അസുഖങ്ങളും ഒന്നും വരാറില്ലേ? പിന്നെ 16 വർഷം കഴിഞ്ഞ് എന്റെ കുഞ്ഞുണ്ടായി, പിന്നെ അവർക്ക് എന്താ പറയാനുള്ളത്? എന്റെ ഫസ്റ്റ് കുട്ടി അബോർഷൻ ആയപ്പോ എന്നോട് അടുത്ത വീട്ടിലൊരു അമ്മ പറഞ്ഞിട്ടുണ്ട്, മോളെ ദൈവവിശ്വാസമൊക്കെ വേണമെന്ന്. എന്താ ദൈവവിശ്വാസം ഉള്ളവരുടെ വീട്ടിൽ അബോർഷൻ ഉണ്ടാവാറില്ല? അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് കുഞ്ഞുണ്ടായല്ലോ. അപ്പൊ ഇനി അവർക്ക് എന്താ പറയാനുള്ളത്? എന്റെ കല്യാണം എന്ന് പറയുന്നത് ഇല്ല, വിളിക്കാറില്ല. മേ ബി അറിയാതെ എങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ എന്തെങ്കിലും അയ്യോ ഈശ്വര അങ്ങനെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്ന് എനിക്കറിയില്ല. അതിന് പക്ഷെ ഒരു കല്ലേന്ന് വിളിക്കുന്നത് അമ്മയെന്ന് വിളിക്കുന്നത് അത്രേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ആ വേർഡിന് മീനിങ്. അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കുന്നവരോട് ഇങ്ങനെ ആൻസർ പറയേണ്ട കാര്യം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പൊ എനിക്ക് ദൈവവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉശിരാ, എനിക്ക് നല്ല ധൈര്യം, എനിക്ക് അങ്ങനെ ധൈര്യമുള്ള ഒരാളെ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിട്ട് ഞാൻ എന്തിനാ മറച്ചു പിടിക്കേണ്ട ആവശ്യമെന്ന് എന്റെ മോൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ 10 വയസ്സ് എന്റെ മോനെ, അവൻ എന്റെ അടുത്ത് 2 വർഷം മുമ്പ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് ദൈവം ഉണ്ടെന്നാട്ടോ തോന്നുന്നത്. ഞാൻ പറഞ്ഞു ആണോ? ആ കുഞ്ഞിന് ദൈവം ഉണ്ടെന്നാണോ തോന്നുന്നത്? ആ അമ്മയ്ക്ക് ദൈവം ഇല്ലെന്നല്ലേ തോന്നുന്നത്, പക്ഷെ എനിക്കുണ്ടെന്ന് തോന്നുന്നത്, ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ആ മോൻ ബിലീവ് ചെയ്യണം, മോൻ എന്താണ് തോന്നുന്നത് അതല്ലേ മോൻ ബിലീവ് ചെയ്യണ്ടേ. എന്നിട്ട് അവരുടെ കരിക്കുലത്തില് അവർക്ക് ഈ സയന്റിഫിക് സ്റ്റോറീസും, അവര് സ്വീഡനിലല്ലേ, അവര് 80% ആൾക്കാർ എയ്ത്തിസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ബുക്സിലെല്ലാം സയന്റിഫിക് ആയിട്ടുള്ളതും റിലീജിയസ് മിത്തുള്ള സ്റ്റോറീസ് ഒരുമിച്ചാ കൊടുക്കുക. അതൊരു നല്ല രസമായിട്ട് കൊടുക്കും, എങ്ങനെയാണ് ബിഗ് ബാങ് തൊട്ട് മനുഷ്യരുണ്ടായതെന്നും റിലീജിയസ് ആയിട്ട് വേൾഡിലുള്ള മൊത്തം റിലീജിയനിലും എങ്ങനെയാണ് മനുഷ്യനുണ്ടായതിന്റെ കഥയും കൊടുക്കും. അത് കേട്ട് ഇവർ ഭയങ്കര ഡിബേറ്റ് ആണ് സ്കൂളിൽ കുട്ടികൾ തമ്മിൽ. അതായത് ഒരാൾ ഇല്ലാത്ത, അപ്പൊ ഇവനോട് ഉണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇവൻ ഞങ്ങളോട് വന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങളുടെ ആൻസേഴ്സ് പറയും, ആ ആൻസേഴ്സ് ഒക്കെ ഇവൻ അവിടെ പോയി പറയും. അങ്ങനെ ഇതൊരു 1-2 വർഷം നീണ്ടു നിന്നിട്ടുണ്ട് ഇവർ കുട്ടികൾ തമ്മിലുള്ള ഈ ഡിബേറ്റ്സ്. എന്നിട്ട് ഇത് സ്കൂളിൽ ഈ സ്റ്റോറി ഈ കഥ കഴിഞ്ഞ 4ാം ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവ വന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് ഇതൊക്കെ മിത്താണ് കേട്ടോ, ഇങ്ങനെയാണ് ബിഗ് ബാങ് വെച്ചിട്ട് ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, അതല്ലാതെ ഇതിന് പറയുന്ന പോലെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ദൈവം ഉണ്ടായതല്ല അമ്മേ. ഞാൻ പറഞ്ഞു, മോൻ ഇപ്പോഴും തീരുമാനിക്കണ്ട, ഇനിയും പഠിക്കുക, ഇനിയും വായിക്കുക, മോൻ എന്താണോ തോന്നുന്നത്, ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മോൻ ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ മോൻ ഇല്ലാന്ന് വിശ്വസിക്കുക. പക്ഷെ മോൻ എന്താണോ തോന്നുന്നത്, മോൻ പഠിച്ചതെന്ന് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. എനിക്ക് ആ ധൈര്യം മാത്രമേ എനിക്ക് എന്റെ അച്ഛൻ തന്നിട്ടുള്ളൂ.
ആ ധൈര്യം മാത്രം ഞാൻ എന്റെ മോനെ കൊടുക്കുന്നുള്ളൂ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ എന്നോട് ദൈവം വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് തന്നെ ഒരു വയസ്സിൽ ഇവരുടെ ഡിബേറ്റ്സും കാര്യങ്ങളും കണ്ട് ബുക്സും വായിച്ചിട്ട് എനിക്ക് തന്നെ റിയലൈസ് ചെയ്ത് തോന്നിയെന്ന് മാറിയതാ ഞാൻ. നീതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ആർക്കും അങ്ങനെ പെട്ടെന്ന് എന്ത് നീതി എന്ന് രണ്ടാമത് ചോദിക്കാനുള്ള സാധ്യത കുറവാ. അതേസമയം ഈ ലൂസിഫർ എന്നുള്ള പേര് കൊണ്ട് സഹോദരൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എവിടെങ്കിലും ഒക്കെ? ചേട്ടനത് ബുദ്ധിമുട്ട്, ചേട്ടൻ എന്നെക്കാളും ധൈര്യമായിരുന്നു. അപ്പൊ ചേട്ടനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ആൻസർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവരോട് പറയാനും ചോദിക്കാനൊക്കെ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് ചേട്ടൻ ഒരിക്കലും തോന്നിയതായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചേട്ടനത് എനിക്ക് അഭിമാനമായിട്ട് ചേട്ടൻ എപ്പോഴും ആ പേര് കൊണ്ട് നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ തോന്നിയിട്ടുള്ളൂ എനിക്ക്. ചേട്ടൻ ദുഃഖവെള്ളിയാഴ്ചയാ പറഞ്ഞത്. ഞങ്ങൾക്ക് സെക്കൻഡ് നെയിം ഇല്ല, ലൂസിഫർ എന്ന് മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റിലും എല്ലാത്തിലും. ലൂസിഫർ എനിക്കും നീതി എന്ന് മാത്രമേ ഉള്ളൂ. നോ റിലീജിയൻ എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഏട്ടന്റെ മോന്റെ പേര് നരൻ ബാറ്റ്ലർ എന്നാണ്, എന്റെ മോന്റെ പേര് അരൺ ബാറ്റ്ലർ. ഞാൻ നരൻ ബാറ്റ്ലർ കണ്ടോണ്ട് ഞാൻ അതും ശ്രദ്ധിച്ചു ആ പേര്. ഞാൻ അതിന്റെ കാരണം അരനാണ് ആദ്യം ജനിച്ചത്, എന്റെ മകനാണ് ആദ്യം ജനിച്ചത്. അപ്പൊ അരൺ എന്ന് പറഞ്ഞാൽ തിരുക്കുറലില് മനസ്സറിഞ്ഞ് തെറ്റ് ചെയ്യാത്തവൻ എന്നാണ്. ബാറ്റ്ലർ എന്നുള്ളത് ഏട്ടൻ തന്ന പേരാ, ലൂസിഫർ തന്നതാണ്. യുദ്ധം ചെയ്യുന്നവൻ, വാറിയർ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ മനസ്സറിഞ്ഞ് തെറ്റ് ചെയ്യാത്ത വാറിയർ, അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം അരൺ ബാറ്റ്ലറിന്. പിന്നെ അവിടുന്ന് 7 മാസം കഴിഞ്ഞിട്ടാണ് ചേട്ടന് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോ ഞങ്ങള് നരൻ എന്നുള്ളത് നല്ല മനുഷ്യനായിട്ടുള്ള വാറിയർ പേര് ചേട്ടന് മാച്ച് വേണമെന്ന് നിർബന്ധമായിരുന്നു രണ്ടുപേർക്കും. അപ്പൊ അങ്ങനെ ഈ നരൻ എന്നുള്ളത് നമുക്ക് നല്ല, ചേട്ടൻ തന്നെയാണ് അത് സജസ്റ്റ് ചെയ്തത്, നല്ല മനുഷ്യൻ എന്നുള്ള. ഞങ്ങള് സത്യത്തിൽ ഞങ്ങളവിടെ ഇരിക്കുമ്പോ ഈ പ്രസവിച്ചിട്ടിരിക്കുമ്പോഴേ മറ്റേ മോഹൻലാലിന്റെ സിനിമ ഓടുന്നുണ്ടായിരുന്നു. ഏട്ടൻ മോഹൻലാലിനെ വലിയ ഇഷ്ടമാണ്. നരൻ എന്നുള്ള സിനിമ ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ്റെ അടുത്ത് ഇടി നരൻ നല്ല പേരല്ലേ, നരൻ നല്ല മനുഷ്യനായിട്ടുള്ള വാറിയർ, അപ്പൊ നരൻ നല്ല മാച്ചല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച്, അവനപ്പ സ്വീഡനിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോ ആൾക്കും ആ നല്ല പേരാണല്ലോ പറഞ്ഞു. ഞങ്ങൾ അപ്പൊ തന്നെ ഞാൻ പോയി എഴുതി കൊടുക്കുക ചെയ്തത് നരൻ ബാറ്റ്ലറിന്. അപ്പൊ ഇവർ രണ്ട് ശരിക്കും ഒരു ബ്രദറിലെ റിലേഷനാണ്. കാരണം അവർ എന്റെ മോൻ ജനിച്ചിട്ടാണല്ലോ, അവള് പ്രഗ്നന്റ് ആയപ്പോഴും എന്റെ കൂടെ ആയിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അവൾ എന്റെ കൂടെ ആയിരുന്നു. സോ ഇവർ രണ്ടുപേരും ഭയങ്കര അടുപ്പമാ, എന്റെ മകനും ചേട്ടന്റെ മകനും. സോ അവർക്ക് അത് എനിക്ക് അവൻ മകൻ തന്നെയാ. അവൻ ഗന്നുന്ന് ഞാൻ വിളിക്കും അവനെ, നരനെ. അപ്പൊ അവർക്കും ജാതി മതമൊന്നും ഇല്ല, രണ്ടുപേർക്കും ഇല്ല, റിലീജിയൻ ഇല്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഇതുവരെ ഈ ഒരു മതോ റിലീജിയനോ മറ്റ് ഇത്തരത്തിലുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ കോൺവെന്റ് സ്കൂളിലല്ലേ പഠിച്ചത്. എന്നോട് സ്കൂളില് കാറ്റഗിസം മോറൽ സയൻസ് ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ വർഷങ്ങളൊക്കെ മോറൽ സയൻസ് ശരിക്കും മോറൽ സയൻസ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അവര് ഫുള്ള് എന്ത് ആൻസർ ചെയ്താലും ദൈവം എന്ന് വേണം. അപ്പോ എനിക്ക് പിന്നെ എഴുതാൻ പറ്റൂല. ഞാനപ്പോ സയന്റിഫിക് ആയിട്ട് ആൻസർ എഴുതും, ഞാൻ തോൽക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ ബാക്കിയുള്ള വിഷയത്തിൽ എനിക്ക് എ ഗ്രേഡ്, ഞാൻ സ്കൂൾ ഫസ്റ്റ്, ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഗ്രേഡ് തരില്ല. കാരണം മോറൽ സയൻസിലോ കാറ്റഗിസത്തിലോ ജയിച്ചാലേ ഗ്രേഡ് തരാൻ പാടുള്ളൂ. അങ്ങനെ അച്ഛനെ ഏട്ടന് സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ഗൈഡഡ് സ്കൂളിൽ അവർക്കത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഗ്രേഡ് കിട്ടിയത്. അപ്പൊ അവർ പറഞ്ഞു ഞാൻ മോറൽ സയൻസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, ഞാൻ ആ സമയത്ത് പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ കുറെ പ്രശ്നങ്ങൾ, അതായത് കുറച്ച് പേരുണ്ടാവില്ലേ, അതായത് ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരെ എതിർക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താലാണ് ദൈവത്തിന് സന്തോഷമാവെന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ രക്ഷിച്ചതും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയതും കന്യാസ്ത്രീമാരായിരുന്നു. അവരാണ് എനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷെ എന്നോട് അവര് തന്നെ നിന്നോട് അടുപ്പം കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു അവരെങ്ങനെ പോകുമ്പോഴൊക്കെ. പക്ഷെ അവരൊക്കെ എനിക്ക് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരു അഡ്മിഷൻ ഒക്കെ തരാൻ വേണ്ടി പ്രത്യേകിച്ച് ചേട്ടൻ എവിടെ പഠിച്ചത്? ചേട്ടൻ നീതിക്ക് വേണ്ടി പ്രോബ്ലം വരാൻ സാധ്യതയില്ലോ? അതേസമയം ലൂസിഫർ എന്ന പേരുമായിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഡ്മിഷൻ ചേട്ടനും സെയിന്റ് ആൻസിലാണ് പഠിച്ചത്. 1ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വരെ ബോയ്സിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സെയിന്റ് ആൻസിലാണ് പഠിച്ചത്. ചേട്ടനോടും അവിടുത്തെ സിസ്റ്റർമാരൊക്കെയോ നീ വിചാരിച്ചു നിനക്ക് ദൈവമില്ലെന്ന് എങ്ങനെ പറയാം. ഈ ഡിബേറ്റ്സ് 4 വയസ്സിലും അവർ ചെയ്യുമായിരുന്നു കുഞ്ഞിനോട്. അങ്ങനെ അവസാനം ചേട്ടനോട് നിനക്ക് കുഞ്ഞിനെ തരാൻ പറഞ്ഞാൽ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അടുത്ത വർഷം ഞാൻ തരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അടുത്ത വർഷം ഞാൻ ജനിക്കുന്നു. അതായത് ഈ വഴക്ക് കൂടുന്നത് അത് വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എനിക്കെന്നത് ലോങ് റണ്ണിൽ നമ്മൾ മെച്ചൂർഡ് ആക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ധൈര്യം ആക്കുകയുള്ളൂ എന്ന് തോന്നുന്നത്. ഇപ്പൊ ആലോചിക്കാൻ തോന്നുന്നില്ല. ആളില്ലാതെ വരാറില്ല. അതായത് ഞങ്ങളുടെ കൂടെ നിൽക്കാനും ഞങ്ങളുടെ കൂടെ ഡിഫെൻഡ് ചെയ്യാനും എല്ലാ കാലത്തും ഇന്നർ സർക്കിൾ ഉണ്ടായിട്ട്. അതായത് അവർ പുറത്ത് പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും
നമ്മളെ ഡിഫെൻഡ് ചെയ്യാനും പൊതിഞ്ഞു നിർത്താനും ഈ മതവിശ്വാസികളിൽ തന്നെ പലരും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അവര് പുറത്ത് പറയില്ലാന്നേ ഉള്ളൂ. അതായത് ഇപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർണമെന്റ്സ് ഒന്നും എടുത്തില്ല, ഞാൻ ഡവറി കൊടുക്കൂല, എനിക്ക് ജാതി മതം ഇല്ല, പിന്നെ വക്കീല്, അപ്പൊ എന്റെ കല്യാണം ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു മോളെ ഉണ്ണിക്ക് ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാ ഏട്ടനും ചേച്ചിയും പ്രേമിച്ച കല്യാണം കഴിച്ചേ. അതെന്താ വെച്ചാൽ ഈ ജാതിയും മതവും വിശ്വാസമില്ലാത്തവർക്ക് പ്രേമിച്ച് മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ. ഈ നട്ടലുള്ള ആണുങ്ങളില്ലേ, ഈ അതായത് ജാതി മതം അല്ലെങ്കിൽ ഡവറി സ്ത്രീധനം അങ്ങനെ അല്ലാതെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച പോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചൊരു മാച്ച് വരുമല്ലേ, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നൊരു ഡേറ്റിംഗ് സൈറ്റ്സ് ഇല്ലേ നമുക്ക്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഭാരത് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കണ്ടുകിട്ടുന്നത്. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല, ഞങ്ങൾ കല്യാണം കഴിച്ച് പ്രേമിച്ചവരാ. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണ് ഞങ്ങൾ കയ്യാത്തിട്ടത്. ഇപ്പോഴും എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലും ആളെ സ്വീകരിച്ചിട്ടില്ല. ഇത്രയും ഞങ്ങൾ 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ, പക്ഷെ ഇപ്പൊ അത് എനിക്കൊന്ന് കുറച്ചുകൂടി സാധാരണമാക്കാറുണ്ടത്തില്ല. ഇപ്പൊ ഒരുപാട് പേരുണ്ട് അങ്ങനെ കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ 10-20 പേര് 10-15 പേരുണ്ടായിരുന്നുള്ളൂ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുട്ടികളില്ലാതെ നിൽക്കും, തെരുവിൽ നിൽക്കും, ഇങ്ങനെ കല്യാണം കഴിച്ചാൽ അങ്ങനെയാവും. ഹസ്ബൻഡ് തമിഴാണ്, അപ്പൊ അവിടെയൊക്കെ പക്ഷെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ദൈവവിശ്വാസികളാണ്. അമ്മ ദൈവവിശ്വാസിയാണ്. അമ്മ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോയി എവിടെയൊക്കെ ദൈവമുണ്ടോ അവിടെയൊക്കെ പോകും. പെരിയാറെ കാണിച്ച അമ്മ പെരിയാറിൽ പോയി മാലയിടും, അങ്ങനെ എന്റെ അമ്മ. പക്ഷെ അമ്മയെ പോലെ ഒരു മനുഷ്യ വിശ്വാസിനെ ഞാൻ കണ്ടിട്ടില്ല. അത് മക്കളെ വിശ്വസിക്കുകയും അത് മനുഷ്യരായിട്ട് കാണാൻ മതി. ഈ നമുക്ക് ഇപ്പൊ ഒരാള് ബ്ലാക്ക് കളർ ഇഷ്ടം, ഒരാൾ റോസ് കളർ ഇഷ്ടം, അവർ തമ്മിൽ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? അത്രേ ഉള്ളൂ ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ. അവർക്ക് വിശ്വാസം, നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബാക്കിയുള്ള വിശ്വാസം എതിർക്കൂലേ ഇവര്? ഞാൻ അതും കൂടെ എതിർക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് അഫെയർ, അത് ഓരോരുത്തരുടെയും ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു എലമെന്റ്. അതിനകത്തേക്ക് ആരും ഡിഗ് ചെയ്യാനോ ആരും ഇതിനകത്തേക്ക് എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക, അവരുടെ പാട്ടിന് വിടുക. അത്രേ ഉള്ളൂ. അതായത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത് പറഞ്ഞു നടക്കുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവരും. അവരാരും പറഞ്ഞിറക്കി സംഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഫാമിലി കോർട്ടിൽ പോയി നിന്നാല് അവിടെ നിരീശ്വരവാദികൾ മാത്രമാണോ ഡൈവേഴ്സ് ചെയ്യാൻ വരുന്നത്? അല്ലല്ലോ, ഇഷ്ടംപോലെ പേര് വരുന്നില്ലേ? ജാതിയും മതവും ജാതകവും നാളും ഒക്കെ നോക്കി എല്ലാം നോക്കി ഏറ്റവും ശുഭമുഹൂർത്തത്തിലും ഏറ്റവും വലിയ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ബിഷപ്പിനെ കൊണ്ടും അല്ലെങ്കിൽ ദൈവദാസന്മാരെ കൊണ്ടും ഒക്കെ ചെയ്യിച്ച എത്രയോ കുടുംബങ്ങൾ. അവർക്കൊക്കെ എന്ത് പറയാൻ അർഹതയുണ്ട്? നമ്മളിലും ഉണ്ടാവും. അതായത് ജനിച്ചാൽ ഒരാൾ മരിക്കും, ഒരാൾക്ക് അസുഖം ഉണ്ടാവും, ഒരാൾ കല്യാണം കഴിക്കും. ഇതൊക്കെ നോർമലായിട്ടുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അതിലൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അമ്മ മരിക്കുമ്പോ അല്ലെങ്കിൽ എന്റെ അമ്മ മരിക്കുമ്പോ ഏട്ടനാണ് എല്ലാം ചെയ്തത്. സോ ഏട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാ ചെയ്തത്. അതിനൊക്കെ ഭംഗിയായിട്ട് ഞാൻ ഏട്ടനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്രയും ഭംഗിയായിട്ട് അതിനൊക്കെ ഭംഗിയായിട്ട് ഞാൻ ഏട്ടൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇല്ലാന്നേ ഉള്ളൂ. എങ്ങനെ മരിക്കണമെന്നില്ലേ, കൈ എങ്ങനെ വെക്കണം, ഡ്രസ്സ് എങ്ങനെ ഇടണം. എന്റെ ചേട്ടൻ മനുഷ്യന്മാർ മരിച്ചാൽ എങ്ങനെ കൈവെക്കും അത്ര വെച്ചാൽ മതി. ഈ ക്രിസ്ത്യാനികൾ വെക്കുന്നത് ഒരു വിധത്തില്, മുസ്ലിങ്ങൾ വെക്കുന്ന ഒരു വിധത്തിലത്രേ. മനുഷ്യന്മാർ എങ്ങനെ കൈവെക്കുന്നത് അങ്ങനെ വെച്ചാൽ മതി. എന്റെ വീട്ടില് ചേട്ടനെ അടക്കം ചെയ്തപ്പോ ഞാൻ വിപ്ലവഗാനങ്ങളാണ് വെച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാണ് അവസാനിപ്പിച്ചത്, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന്. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു, ഒരു പേരിൽ വളരെ കാര്യമുണ്ട്. ഒരു പേരിന് ലോകത്തോട് പലതും വിളിച്ചു പറയുവാനുണ്ട്. ഞങ്ങളുടെ വാർത്ത കണ്ട് പ്രതികരിച്ച നീതിക്ക് i2 ന്യൂസിന്റെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ലൂസിഫറിന് ആദരാഞ്ജലികൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.